ഏറെ സംഘർഷഭരിതമായ ഒരു പ്രഭാതമായിരുന്നു അത്. റെഡ് കീപ്പിന്റെ ഏറ്റവും ഉയർന്ന ഗോപുരത്തിലെ തന്റെ വിശാലമായ മുറിയിൽ സെർസി നിന്നു. പുലർക്കാലത്തെ തണുത്ത കാറ്റ് അവളുടെ സ്വർണ്ണനിറമുള്ള മുടിയിഴകളെ മെല്ലെ തഴുകിക്കടന്നുപോയി. അവളുടെ കണ്ണുകൾ നഗരത്തിനു കുറുകെ ദൂരെ തലയുയർത്തി നിൽക്കുന്ന ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലറിനെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ വർഷങ്ങളായി അവൾ അനുഭവിച്ച അപമാനങ്ങളുടെയും വേദനകളുടെയും കഠിനമായ പക എരിയുന്നുണ്ടായിരുന്നു. ഇതേസമയം റെഡ് കീപ്പിലെ മറ്റൊരു മുറിയിൽ ഒരു പരിചാരകൻ ടോമനെ അതിമനോഹരമായ രാജകീയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. തന്റെ ഭർത്താവിനരികിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്ന മാർജറിയുടെ മുറിയിൽ ഒരു ദാസി അവളുടെ അതിമനോഹരമായ വസ്ത്രങ്ങൾ ശരിയാക്കി കൊടുക്കുകയും മുടി ഭംഗിയായി ഒതുക്കിവെക്കുകയും ചെയ്തു. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിന്റെ പ്രാർത്ഥനാമുറിയിൽ അതിരാവിലെ തന്നെ ഹൈ സ്പാരോ തന്റെ പരുക്കൻ വസ്ത്രങ്ങൾ ധരിച്ചു. അധികാരത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാത്ത ആ പരുക്കൻ വസ്ത്രം അവനൊരു പുണ്യവാളന്റെ പരിവേഷം നൽകി. ഒടുവിൽ ടോമന്റെ തലയിൽ ആ വലിയ കിരീടം വെച്ചുകൊടുക്കുമ്പോൾ അവൻ തുറന്നിട്ട ജനാലയിലൂടെ പുറത്തേക്ക് ശൂന്യതയിലേക്ക് നോക്കിനിന്നു. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിന്റെ വലിയ തടികൊണ്ടുള്ള വാതിലുകൾ തുറക്കപ്പെട്ടപ്പോൾ പ്രഭുക്കന്മാരും ജനങ്ങളും അകത്തേക്ക് പ്രവേശിച്ചു. തണുത്തുറഞ്ഞ തടവറയുടെ ഒരു മൂലയിൽ ഭയന്നുവിറച്ചു നിൽക്കുകയായിരുന്ന ലോറാസിനെ അവർ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാൻസലും മറ്റു ഗാർഡുകളും അവനെ പിടിച്ചുവലിച്ചു. സദസ്സിൽ തന്റെ പിതാവായ മെയ്സിന്റെ അരികിൽ നിന്ന മാർജറിയുടെ നെഞ്ചിടിപ്പ് കൂടി. അവൾക്ക് തന്റെ സഹോദരന്റെ ദയനീയമായ അവസ്ഥ കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഹൈ സ്പാരോ തന്റെ സിംഹാസനത്തിൽ നിന്നെഴുന്നേറ്റു. സർ ലോറാസ് ടൈറൽ, ദൈവങ്ങൾക്കു മുന്നിൽ നിങ്ങളുടെ കുറ്റം സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഹൈ സ്പാരോ ചോദിച്ചു. വിചാരണയുടെ ആവശ്യമില്ല. ഞാൻ എന്റെ എല്ലാ കുറ്റങ്ങളും സമ്മതിക്കുന്നു, ലോറാസ് പറഞ്ഞു. നിങ്ങൾ ഏതെല്ലാം കുറ്റങ്ങളാണ് സമ്മതിക്കുന്നത്? ഹൈ സ്പാരോ ചോദിച്ചു. എല്ലാം. ഞാൻ റെൻലി ബാരാത്തിയൻ ഉൾപ്പെടെയുള്ള മറ്റ് പുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഞാൻ അഹങ്കാരിയും വഞ്ചകനുമായിരുന്നു, ലോറാസ് പറഞ്ഞു. ജനക്കൂട്ടം അത് കേട്ട് ഞെട്ടലോടെ മന്ത്രിച്ചു. ദൈവങ്ങളുടെ വിധി കാഠിന്യമുള്ളതാണ്, എന്നാൽ അത് നീതിയുക്തവുമാണ്, ഹൈ സ്പാരോ പറഞ്ഞു. ഞാൻ എന്റെ കുറ്റങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. ഇനി എന്റെ ജീവിതം ദൈവങ്ങൾക്കു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ലോറസ് പറഞ്ഞു. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നുണ്ടോ? ഹൈ സ്പാരോ ചോദിച്ചു. ഉവ്വ്, ഞാൻ എന്റെ പേരും അധികാരങ്ങളും ഉപേക്ഷിക്കുന്നു, ലോറസ് പറഞ്ഞു. തുടർന്ന് 3 ഗാർഡുകൾ അവനെ ബലമായി പിടിച്ചു നിർത്തി. അവന്റെ നെറ്റിയിൽ കത്തികൊണ്ട് തങ്ങളുടെ മതത്തിന്റെ ചിഹ്നം വരച്ചു ചേർത്തു. മെയ്സ് മുന്നോട്ടു പോകാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ അവരെ അനുവദിക്കില്ല, മെയ്സ് പറഞ്ഞു. എന്നാൽ മാർജറി അവനെ തടഞ്ഞു നിർത്തി. വിശ്വാസമാണ് ശരിയായ വഴി അച്ഛാ, മാർജറി പറഞ്ഞു. അതേസമയം റെഡ് കീപ്പിൽ ഒരു പരിചാരിക സെർസിയുടെ വസ്ത്രങ്ങളിൽ അവസാന മിനുക്കുപണികൾ നടത്തുകയായിരുന്നു. ടോമൻ വിചാരണയ്ക്ക് പോകാൻ തയ്യാറായി ഇറങ്ങിയപ്പോൾ ഗ്രെഗോർ അവന്റെ വഴി തടഞ്ഞു നിർത്തി. ആ ഭീമാകാരനായ മനുഷ്യനെ കണ്ട് ടോമൻ ഭയന്നു. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിൽ എല്ലാവരും കാത്തുനിന്നെങ്കിലും സെർസി അവിടെ എത്തിയിരുന്നില്ല. നിങ്ങൾ അവനെ വികൃതമാക്കി. നിങ്ങൾ എനിക്ക് വാക്ക് തന്നതാണ്, മാർജറി പറഞ്ഞു. ഞാൻ വാക്കു പാലിച്ചു. സെർസിയുടെ വിചാരണ കഴിഞ്ഞാൽ അവന് പോകാം, ഹൈ സ്പാരോ പറഞ്ഞു. സെർസി എവിടെ? മാർജറി ചോദിച്ചു. അവൾ റെഡ് കീപ്പിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല, ലാൻസൽ പറഞ്ഞു. പോയി അവളെ കൂട്ടിക്കൊണ്ടുവരൂ, ഹൈ സ്പാരോ പറഞ്ഞു. ലാൻസൽ അവിടുന്ന് പുറത്തേക്ക് പോയി. അവൻ പടികൾ ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ കുട്ടി അവനെ നോക്കി താഴേക്ക് വേഗത്തിൽ ഓടി. ലാൻസൽ അവനെ സംശയത്തോടെ നോക്കി. അവൻ കൂടെയുള്ളവരോട് മറ്റു ഗാർഡുകളെ വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ട് ആ കുട്ടിയുടെ പുറകെ ഇരുണ്ട തുരങ്കങ്ങളിലേക്ക് ഓടി. ഇതേസമയം പൈസൽ തന്റെ മുറിയിൽ ഒരു സ്ത്രീയോടൊപ്പം സമയം ചിലവഴിക്കുകയായിരുന്നു. അയാൾ വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അവനോട് എന്തോ സ്വകാര്യം പറഞ്ഞു. അവൾ അവനെ കൈബന്റെ ഒളിത്താവളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവിടെ രാജാവില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. രാജാവെവിടെ? പൈസൽ ചോദിച്ചു. അദ്ദേഹം വേറെ എവിടെയോ ആണ്, കൈബൺ പറഞ്ഞു. ഇതിന്റെ അർത്ഥമെന്താണ്? എനിക്ക് മറ്റു പ്രധാനപ്പെട്ട ജോലികളുണ്ട്, പൈസൽ പറഞ്ഞു. ദയവായി എന്നോട് ക്ഷമിക്കുക. എനിക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. പുതിയതു വരുന്നതിനു മുൻപ് പഴയതിനെ ഇല്ലാതാക്കണം, കൈബൺ പറഞ്ഞു. പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്നും കുറെ ചെറിയ കുട്ടികൾ പുറത്തേക്ക് വന്നു. അവരുടെ കൈകളിൽ മൂർച്ചയുള്ള കത്തികളുണ്ടായിരുന്നു. അവർ കൂട്ടത്തോടെ പൈസലിനെ അതിക്രൂരമായി കുത്തിക്കൊന്നു. ചോരയിൽ കുളിച്ച് അയാൾ നിലത്തേക്ക് വീണു. തുരങ്കത്തിലൂടെ ആ കുട്ടിയുടെ പുറകെ പോയ ലാൻസൽ ഒരു വഴിയിലൂടെ മുന്നോട്ടിഴഞ്ഞു. പെട്ടെന്ന് ആ കുട്ടി ഇരുട്ടിൽ നിന്നും വന്ന് ലാൻസലിനെ കത്തികൊണ്ട് കുത്തി. അവൻ വേദന കൊണ്ട് പുളഞ്ഞ് നിലത്തേക്ക് വീണു. ആ കുട്ടി അവിടുന്ന് വേഗത്തിൽ ഓടി. നിലത്ത് വീണ ലാൻസൽ നിരങ്ങി മുന്നോട്ട് നീങ്ങി. മുകളിൽ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലോറിൽ മാർജറിക്ക് എന്തോ വലിയ അപകടം വരാൻ പോകുന്നുവെന്ന് മനസ്സിലായി. അവൾ പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. എന്തോ കുഴപ്പമുണ്ട്, മാർജറി പറഞ്ഞു. നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഹൈ സ്പാരോ പറഞ്ഞു. സെർസി ഇവിടെയില്ല, ടോമൻ ഇവിടെയില്ല. അവരെന്തുകൊണ്ട് വന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മാർജറി ചോദിച്ചു. കുറ്റാരോപിതർ ഇല്ലെങ്കിലും വിചാരണ നടക്കും, ഹൈ സ്പാരോ പറഞ്ഞു. ദൈവങ്ങളെക്കുറിച്ച് മറക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. സെർസിക്ക് വരാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങൾ അറിയാം. എന്നിട്ടും അവൾ വന്നില്ലെങ്കിൽ അതിനർത്ഥം അവൾ ഇതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തിയെന്നാണ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകണം, മാർജറി പറഞ്ഞു. താഴെ തുരങ്കത്തിൽ ദൂരെ ഒരു പച്ച വെളിച്ചം അവൻ കണ്ടു. അവൾ ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പോകണം, മാർജറി പറഞ്ഞു. അവൾ ലോറാസിനെ പിടിച്ച് പടികളിലേക്ക് ഓടി. പക്ഷെ വിശ്വാസികളുടെ ഗാർഡുകൾ അവരെ തടഞ്ഞു. ഞങ്ങളെ പോകാൻ അനുവദിക്കൂ, മാർജറി പറഞ്ഞു.
താഴെ തുരങ്കത്തിൽ നൂറുകണക്കിന് വീപ്പകളിൽ പച്ച നിറമുള്ള കൊടുംവിഷമായ തീ നിറച്ചുവെച്ചിരിക്കുന്നു. അതിന്റെ നടുവിൽ ഒരു മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുന്നു. ലാൻസിൽ ആ മെഴുകുതിരി ഊതിക്കെടുത്താൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. ആ കൂറ്റൻ മണി താഴേക്ക് പതിച്ച് അവിടെ നിന്നവരുടെ മേൽ വീണു. ടോമൻ തന്റെ മുറിയിൽ ആ കാഴ്ച കണ്ട് തകർന്നുപോയി. അവന്റെ ലോകം അവസാനിച്ചതുപോലെ അവന് തോന്നി. റെഡ് കീപ്പിലെ മറ്റൊരു ഇരുണ്ട മുറിയിൽ സെപ്റ്റ യുനെല്ലായെ ഒരു മേശയിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. സെർസി അവളുടെ മുഖത്തേക്ക് നിർദ്ദയം വീഞ്ഞൊഴിച്ചു. അവൾക്ക് ശ്വാസം മുട്ടി. കുറ്റം സമ്മതിക്കൂ, സെർസി പറഞ്ഞു. ഇല്ല, സെപ്റ്റ യുനെല്ല പറഞ്ഞു. കുറ്റം സമ്മതിക്കൂ. എന്നെ പട്ടിണിക്കിട്ടതും അപമാനിച്ചതും നിനക്ക് ആനന്ദം നൽകിയതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആനന്ദം നൽകുന്നതുകൊണ്ടാണ്. ഞാൻ വീഞ്ഞു കുടിക്കുന്നു, കാരണം അതെനിക്ക് ആനന്ദം നൽകുന്നു. എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. എന്റെ സഹോദരനുമായി ഞാൻ ബന്ധം പുലർത്തുന്നു, കാരണം അതെനിക്ക് ആനന്ദം നൽകുന്നു. ആ ഹൈസ്പാറോയെയും ബാക്കി എല്ലാവരെയും ഞാൻ കൊന്നു, കാരണം അവർ കത്തിയെരിയുന്നത് കാണാൻ എനിക്ക് അതിയായ ആനന്ദം തോന്നി, സെർസി പറഞ്ഞു. അവൾ അവളുടെ മുഖത്ത് തൊട്ടു. നീ മരിക്കാൻ പോകുന്നതിനു മുൻപ് അവസാനം കാണുന്ന മുഖം എന്റേതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതോർക്കുന്നുണ്ടോ? സെർസി ചോദിച്ചു. നല്ലത്, നിന്റെ മുഖം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഞാൻ ദൈവങ്ങളെ കാണാൻ തയ്യാറാണ്, സെപ്റ്റ യുനെല്ല പറഞ്ഞു. ഇപ്പോഴോ? ഇന്ന് നീ മരിക്കില്ല. കുറെ കാലത്തേക്ക് നീ മരിക്കില്ല, സെർസി പറഞ്ഞു. അപ്പോൾ ഗ്രെഗോർ അവിടേക്ക് വന്നു. അവൻ തന്റെ ഹെൽമറ്റ് ഊരിമാറ്റി. അവന്റെ വികൃതവുമായ മുഖം കണ്ട് അവൾ ഭയന്നു വിറച്ചു. നിന്റെ ദൈവങ്ങൾ നിന്നെ ഉപേക്ഷിച്ചു. ഇനി ഇതാണ് നിന്റെ ദൈവം, സെർസി പറഞ്ഞു. അവൾ വാതിൽക്കലേക്ക് നടന്നു. ആ വലിയ മനുഷ്യൻ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ നിലവിളിച്ചു. ഇല്ല, സെപ്റ്റ യുനെല്ല പറഞ്ഞു. നാണക്കേട്, സെർസി പറഞ്ഞു. അവൾ വാതിലടച്ചു കുത്തിയിട്ടു. തന്റെ പ്രിയപ്പെട്ടവളായ മാർജറി മരിച്ചുവെന്നറിഞ്ഞു ടോമൻ ഒരു ജീവച്ഛവത്തെപ്പോലെ നിന്നു. അവൻ തന്റെ സ്വർണ്ണ കിരീടം തലയിൽ നിന്നും ഊരിമാറ്റി. തണുത്ത കാറ്റ് വീശുന്ന തുറന്നിട്ട ജനാലയിലൂടെ അവൻ താഴേക്ക് ശൂന്യതയിലേക്ക് ചാടി മരിച്ചു. ദൂരെ ദ ട്വിൻസിൽ ഒരു വലിയ വിരുന്ന് നടക്കുകയായിരുന്നു. വാൾഡർ ഫ്രേ അവിടെ കൂടിയിരിക്കുന്നവരോട് അതിയായ സന്തോഷത്തോടെ സംസാരിച്ചു. ഹൗസ് ലാനിസ്റ്ററിനു വേണ്ടി, വാൾഡർ ഫ്രേ പറഞ്ഞു. ജനങ്ങൾ ആർത്തുവിളിച്ചു. ഹൗസ് ഫ്രേയ്ക്ക് വേണ്ടി, വാൾഡർ ഫ്രേ പറഞ്ഞു. നമ്മൾ നമ്മുടെ ശത്രുക്കളുടെ ഹൃദയത്തിലേക്ക് വാളുകൾ കുത്തിയിറക്കുമ്പോൾ നമ്മൾ ഈ വാക്ക് പറയണം. ഫ്രേസും ലാനിസ്റ്റേഴ്സും അവരുടെ അന്വേഷണം അറിയിക്കുന്നുവെന്ന് വാൾഡർ ഫ്രേ പറഞ്ഞു. ബ്രോണും ജൈമയും അത് കേട്ട് നിശബ്ദരായി ഇരിക്കുകയായിരുന്നു. ഒരു ദാസി അവരെ നോക്കി പുഞ്ചിരിച്ചു. നീ അവളോടൊപ്പം പൊയ്ക്കോളൂ, ജൈമെ പറഞ്ഞു. അവൾക്കെന്നെ വേണ്ട, ബ്രോൺ പറഞ്ഞു. അവൾ ജൈമയെയാണ് നോക്കുന്നത് എന്ന് അവൻ പരാതിപ്പെട്ടു. നിങ്ങൾ പോയി പരിചയപ്പെടൂ, ജൈമെ പറഞ്ഞു. ബ്രോൺ എഴുന്നേറ്റ് ആ പെൺകുട്ടികളുടെ അടുത്തേക്ക് നടന്നു. വാൾഡർ ഫ്രേ വന്ന് ജൈമയുടെ അടുത്തായി ഇരുന്നു. ഇത് വളരെ നന്നായി നടന്നു. നിങ്ങളുടെ പിതാവിന് അതിയായ സന്തോഷം തോന്നുമായിരുന്നു, വാൾഡർ ഫ്രേ പറഞ്ഞു. തീർച്ചയായും അദ്ദേഹത്തിന് സന്തോഷമാകുമായിരുന്നു, ജൈമെ പറഞ്ഞു. യുദ്ധം എന്നാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുക എന്നല്ലേ? വാൾഡർ ഫ്രേ ചോദിച്ചു. അയാൾ തുടർന്നു. ഞാൻ എന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തി. റിവർ റൺ ഇപ്പോൾ എന്റേതാണ്. നിങ്ങൾ വലിയൊരു ജേതാവ് തന്നെയാണ്, ജെയ്മെ പറഞ്ഞു. തങ്ങളെ ആരും ഭയപ്പെടുന്നില്ലെന്നും എല്ലാവരും ഭയക്കുന്നത് ലാനിസ്റ്റേഴ്സിനെയാണെന്നും ജെയ്മെ അയാളെ ഓർമ്മിപ്പിച്ചു. ജെയ്മെ അവിടെ നിന്നും വെറുപ്പോടെ പുറത്തേക്ക് പോയി. റെഡ് കീപ്പിൽ തണുത്തുറഞ്ഞ ടോമനിന്റെ മൃതദേഹത്തിനു മുന്നിൽ എന്നെ കാണിക്കൂ, സെർസി പറഞ്ഞു. അതിന്റെ ആവശ്യമില്ല, കൈബൺ പറഞ്ഞു. എന്നെ കാണിക്കൂ, സെർസി പറഞ്ഞു. കൈബൺ ആ തുണി മാറ്റി. സെർസി യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ മൃതദേഹം നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ യാതൊരു അലിവുമുണ്ടായിരുന്നില്ല. രാജാവിന്റെ സംസ്കാരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ തീരുമാനം? കൈബൺ ചോദിച്ചു. അവനെ അവന്റെ മുത്തച്ഛന്റെയും
സഹോദരന്റെയും സഹോദരിയുടെയും ഒപ്പം കിടത്തണം. അവനെ ദഹിപ്പിച്ചിട്ട് ആ ചാരം ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബേലോർ നിന്ന സ്ഥലത്ത് അടക്കം ചെയ്യുക, സെർസി പറഞ്ഞു. വളരെ ദൂരെ സാമും ഗില്ലിയും ഒരു കുതിരവണ്ടിയിൽ ഓൾഡ് ടൗണിലെത്തി. അവരുടെ കയ്യിൽ ലിറ്റിൽ സാമും ഉണ്ടായിരുന്നു. ആ വലിയ നഗരം കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ നേരെ വമ്പനായ സിറ്റാഡലിലേക്ക് പോയി. അവിടെ എത്തിയ അവർ ഒരു വലിയ മേശയ്ക്ക് മുന്നിലിരിക്കുന്ന മാസ്റ്ററിനെ കണ്ടു. നമസ്കാരം, സാം പറഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ വായിച്ചുകൊണ്ടിരുന്നു. കാസിൽ ബ്ലാക്കിൽ നിന്നും ലോർഡ് കമാൻഡർ സ്നോ കൊടുത്തയച്ചതാണ്, സാം പറഞ്ഞു. അയാൾ ആ കത്ത് വാങ്ങി പൊട്ടിച്ചു വായിച്ചു. ഞാൻ പുതിയ മേസ്റ്റർ ആകാൻ വന്നതാണ്, സാം പറഞ്ഞു. രേഖകൾ പ്രകാരം ജിയോർ മോർമണ്ടാണ് ലോർഡ് കമാൻഡർ, മാസ്റ്റർ പറഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി, സാം പറഞ്ഞു. ഞങ്ങൾക്ക് അവിടുത്തെ മേസ്റ്ററിൽ നിന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല, മേസ്റ്റർ പറഞ്ഞു. മേസ്റ്റർ ഏമൺ അസുഖം ബാധിച്ചു മരിച്ചു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, സാം പറഞ്ഞു. ഇത് അസാധാരണമാണ്, മേസ്റ്റർ പറഞ്ഞു. അതെ, ജീവിതവും അസാധാരണമാണല്ലോ, സാം പറഞ്ഞു. ഒടുവിൽ മേസ്റ്റർ അവനെ ലൈബ്രറിയിലേക്ക് കടത്തിവിട്ടു. അവൻ തിരിഞ്ഞുനിന്ന് ഗില്ലിയോട് കർശനമായി സംസാരിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനമില്ല, മേസ്റ്റർ പറഞ്ഞു. സാം ആ വലിയ ഇരുണ്ട വഴിയിലൂടെ ആ വലിയ ലൈബ്രറിയിലെത്തി. ലോകത്തെ മുഴുവൻ വിജ്ഞാനവും അവിടെയുണ്ടായിരുന്നു. ആ കാഴ്ച കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിൻഡർഫെല്ലിന്റെ തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിലേക്ക് ഒരു വെളുത്ത കാക്ക പറന്നുവന്നു. ശീതകാലത്തിന്റെ വരവറിയിക്കുന്ന കാക്ക. ഭക്ഷണശാലയിൽ ജോൺ സ്നോവും മെലിസാന്ദ്രയും നിൽക്കുകയായിരുന്നു. നമുക്ക് വിരുന്നുകളുണ്ടായിരുന്നപ്പോൾ എന്റെ കുടുംബം അവിടെയിരിക്കുമായിരുന്നു. ഞാൻ താഴെയും, ജോൺ സ്നോ പറഞ്ഞു. നിനക്കൊരു കുടുംബമുണ്ടായിരുന്നു, മെലിസാന്ദ്ര പറഞ്ഞു. അപ്പോഴാണ് കോപത്തോടെ ഡാവോസ് അവിടേക്ക് വന്നത്. അവൻ കരിഞ്ഞ ഒരു മരപ്പാവ അവളുടെ നേരെ എറിഞ്ഞു. എന്താണത്? ജോൺ സ്നോ ചോദിച്ചു. അവനോട് പറയൂ, അത് ആരുടേതായിരുന്നുവെന്ന് അവനോട് പറയൂ, ഡാവോസ് പറഞ്ഞു. പ്രിൻസസ് ഷിറീനിന്റെ, മെലിസാന്ദ്ര പറഞ്ഞു. നീ അവളോട് എന്തു ചെയ്തുവെന്ന് അവനോട് പറയൂ. ഞങ്ങൾ അവളെ ജീവനോടെ ചുട്ടരിച്ചു, മെലിസാന്ദ്ര പറഞ്ഞു. എന്തിന്? ഡാവോസ് ചോദിച്ചു. സൈന്യം കുടുങ്ങിപ്പോയിരുന്നു. കുതിരകൾ ചത്തുകൊണ്ടിരുന്നു. വേറെ വഴിയില്ലായിരുന്നു, മെലിസാന്ദ്ര പറഞ്ഞു. നീ ഒരു ചെറിയ പെൺകുട്ടിയെ ജീവനോടെ ചുട്ടരിച്ചു, ഡാവോസ് പറഞ്ഞു. എന്റെ ദൈവം കൽപ്പിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, മെലിസാന്ദ്ര പറഞ്ഞു. കുട്ടികളെ ചുട്ടരിക്കാൻ കൽപ്പിക്കുന്ന നിന്റെ ദൈവം ക്രൂരനാണ്, ഡാവോസ് പറഞ്ഞു. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നീ ജീവിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്, മെലിസാന്ദ്ര പറഞ്ഞു. ഞാൻ ആ കുട്ടിയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചിരുന്നു. അവൾ പാവമായിരുന്നു. എന്നിട്ടും നീ അവളെ കൊന്നു, ഡാവോസ് പറഞ്ഞു. അവളുടെ മാതാപിതാക്കളും അവളോട് അതുതന്നെ ചെയ്തു, മെലിസാന്ദ്ര പറഞ്ഞു. കൊലപാതക കുറ്റത്തിന് ഇവളുടെ തലവെട്ടാൻ ഞാൻ അനുവാദം ചോദിക്കുന്നു, ഡാവോസ് പറഞ്ഞു. ജോൺ സ്നോ കടുത്ത ദേഷ്യത്തോടെ അവളെ നോക്കി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ജോൺ സ്നോ ചോദിച്ചു. വരാനിരിക്കുന്ന വലിയ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയും, മെലിസാന്ദ്ര പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ തന്റെ കുതിരപ്പുറത്ത് കയറി അവിടെ നിന്നും പോയി. പിന്നീട് ജോൺ സ്നോ കോട്ടയുടെ മുകളിൽ നിൽക്കുമ്പോൾ സാൻസ അവിടേക്ക് വന്നു. ഞാൻ അച്ഛന്റെയും അമ്മയുടെയും മുറി നിനക്കുവേണ്ടി ഒരുക്കുന്നുണ്ട്, ജോൺ സ്നോ പറഞ്ഞു. നീ അതെടുക്കണം, സാൻസ പറഞ്ഞു. ഞാനൊരു സ്റ്റാർക്കല്ല, ജോൺ സ്നോ പറഞ്ഞു. എനിക്ക് നീ അങ്ങനെയാണ്, സാൻസ പറഞ്ഞു. തനിക്ക് ലിറ്റിൽ ഫിംഗറിന് വിശ്വാസമില്ലെന്നും അവൾ തുറന്നു പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കി. സിറ്റഡലിൽ നിന്നും ഒരു കാക്ക വന്നു. ഒരു വെളുത്ത കാക്ക. ശീതകാലം എത്തിക്കഴിഞ്ഞു, സാൻസ പറഞ്ഞു. ജോൺ സ്നോ ചിരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി. ചൂടുള്ള ഡോണിൽ സൺസ്പിയറിന്റെ മുറ്റത്ത് ഒലെന്ന ടൈറൽ കറുത്ത വസ്ത്രം ധരിച്ച് ഇരിക്കുകയായിരുന്നു. മുന്നിൽ എല്ലാരിയ സാൻഡും ഒബാരായും നൈമേരിയായും ടിയേനയുമുണ്ടായിരുന്നു. അവസാനമായി ഒരു ടൈറൽ ഇവിടെ വന്നപ്പോൾ അവൻ കൊല്ലപ്പെട്ടു, ഒലെന്ന പറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളെ ഭയക്കേണ്ടതില്ല, ലേഡി ഒലെന്ന, എല്ലാരിയ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജകുമാരനെ കൊന്നു, എന്നിട്ട് ഞാൻ നിങ്ങളെ വിശ്വസിക്കണമെന്നാണോ? ഒലെന്ന ചോദിച്ചു. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ലാനിസ്റ്റേഴ്സ് നമ്മളോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, എല്ലാരിയ പറഞ്ഞു. സെർസി തന്റെ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയ കാര്യം ഒലെന്ന വേദനയോടെ ഓർത്തു. ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് ലഭിക്കും, ഇല്ലാരിയ പറഞ്ഞു. എന്റെ ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത്? ഒലെന്ന ചോദിച്ചു. പ്രതികാരം, നീതി, എല്ലാരിയ പറഞ്ഞു. അപ്പോൾ ഇരുട്ടിൽ നിന്നും വേരീസ് അവരുടെ മുന്നിലേക്ക് വന്നു. തീയും ചോരയും, വാരീസ് പറഞ്ഞു. വളരെ ദൂരെ മീരീനിൽ ഡെനാരീസ് തന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഡാരിയോ അവൾക്കരികിലേക്ക് വന്നു. നിങ്ങളുടെ കപ്പലുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, ഡാരിയോ പറഞ്ഞു. നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല, ഡെനാരീസ് പറഞ്ഞു. അവൻ ഞെട്ടലോടെ അവളെ നോക്കി. ഞങ്ങൾ വെസ്റ്ററോസിലേക്ക് വരുമ്പോൾ നീ ഇവിടെ നിന്ന് ഈ നാട് നോക്കണം, അവൾ തുടർന്നു. എനിക്കിത് വേണ്ട, എനിക്ക് നിന്നെയാണ് വേണ്ടത്, ഡാരിയോ പറഞ്ഞു. എനിക്ക് വെസ്റ്ററോസിൽ വിവാഹബന്ധങ്ങളിലൂടെ സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടിവരും, ഡെനാരീസ് പറഞ്ഞു. നീ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്? ഡാരിയോ ചോദിച്ചു. എനിക്കറിയില്ല, ഡെനാരീസ് പറഞ്ഞു. അവൻ മുട്ടുകുത്തി നിന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നെ കൂടെ കൊണ്ടുപോകൂ, എനിക്ക് നിനക്ക് വേണ്ടി പോരാടണം, ഡാരിയോ പറഞ്ഞു. ഡെനാരീസ് അവന്റെ മുഖത്ത് തലോടി. എനിക്ക് കഴിയില്ല, ഡെനാരീസ് പറഞ്ഞു. ഇതൊക്കെ ആ കുള്ളൻ പറഞ്ഞിട്ടാണല്ലേ? ഡാരിയോ ചോദിച്ചു. ആരും എന്നോട് ഒന്നും ചെയ്യാൻ കൽപ്പിക്കാറില്ല, ഡെനാരീസ് പറഞ്ഞു.
അതോടെ അവൻ വേദനയോടെ അവളെ വിട്ടുപിരിഞ്ഞുപോയി. പിന്നീട് വലിയ സിംഹാസനമുറിയിൽ വെച്ച് അവൾ ടിരിയനോട് സംസാരിച്ചു. അവൻ അതെങ്ങനെ എടുത്തു? ടിരിയൻ ചോദിച്ചു. കണ്ണുനീരൊന്നും ഉണ്ടായിരുന്നില്ല, ഡെനേറിസ് പറഞ്ഞു. അവൻ അവളെ സമാശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഈ വലിയ കളികൾ ഭയപ്പെടുത്തുന്നതാണെന്നും എന്നാൽ അവൾ മുന്നോട്ടു പോകണമെന്നും അവൻ പറഞ്ഞു. ഇതൊക്കെ ഭയപ്പെടുത്തുന്നുണ്ടോ? ടിരിയൻ ചോദിച്ചു. ഡെനേറിസ് അതെ എന്ന് തലയാട്ടി. എങ്കിലും തനിക്ക് യാതൊന്നും തോന്നുന്നില്ലെന്നും ലക്ഷ്യത്തിൽ മാത്രമാണ് ശ്രദ്ധയെന്നും അവൾ അവനെ അറിയിച്ചു. എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എന്റെ ഉപദേശം വേണമെങ്കിൽ അതെപ്പോഴും ഉണ്ടാകും, ടിരിയൻ പറഞ്ഞു. എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമുണ്ട്, ഡെനേറിസ് പറഞ്ഞു. അവൾ അവനെ ഹാൻഡ് ഓഫ് ദ ക്വീനായി പ്രഖ്യാപിച്ച് സ്വർണ്ണചിഹ്നം നെഞ്ചിൽ കുത്തിക്കൊടുത്തു. അവൻ കണ്ണു നിറഞ്ഞുകൊണ്ട് മുട്ടുകുത്തി. ദ ട്വിൻസിൽ രാത്രി വളരെ വൈകിയിരുന്നു. വാൾഡർ ഫ്രേ തനിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഒരു യുവതിയായ ദാസി വലിയൊരു മാംസം നിറച്ച പൈ അവനു മുൻപിൽ വെച്ചു. നീ എന്റെ കൂട്ടത്തിലുള്ളവളല്ലല്ലോ, അല്ലേ? വാൾഡർ ഫ്രേ ചോദിച്ചു. അല്ല പ്രഭോ, ആ ദാസി പറഞ്ഞു. എന്റെ മക്കൾ എവിടെ പോയി? വാൾഡർ ഫ്രേ ചോദിച്ചു. അവർ ഇവിടെത്തന്നെയുണ്ട് പ്രഭോ, ദാസി പറഞ്ഞു. എവിടെ? അവൻ വീണ്ടും ചോദിച്ചു. അവൾ ആ പൈക്ക് നേരെ വിരൽ ചൂണ്ടി. ഇവിടെ പ്രഭോ, അവൾ പറഞ്ഞു. വാൾഡർ ഫ്രേ ആ പൈ തുറന്നു നോക്കിയപ്പോൾ അതിൽ മനുഷ്യന്റെ കൈവിരൽ കണ്ടു. എന്റെ പേര് ആര്യ സ്റ്റാർക്ക് എന്നാണ്. നീ മരിക്കുമ്പോൾ അവസാനമായി കാണുന്നത് ഒരു സ്റ്റാർക്കിന്റെ പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കും എന്ന് നിനക്കറിയണം, ആര്യ പറഞ്ഞു. അവൾ ഒട്ടും ദയയില്ലാതെ അവനെ പുറകിൽ നിന്നും പിടിച്ചു. തന്റെ മൂർച്ചയുള്ള കത്തികൊണ്ട് അവന്റെ കഴുത്തറുത്തു. അവൻ ചോരതുപ്പിക്കൊണ്ട് പിടഞ്ഞു മരിച്ചു. അവൾ അത് കണ്ട് പുഞ്ചിരിച്ചു. വിൻഡർഫെല്ലിലെ വിശുദ്ധമായ മരത്തിനു താഴെ സാൻസ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ഞുവീഴുന്ന ആ തണുപ്പിൽ പെറ്റിർ അവിടേക്ക് വന്നു. നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് തടസ്സപ്പെടുത്തിയതിന് ക്ഷമ ചോദിക്കുന്നു, പെറ്റിർ പറഞ്ഞു. ഞാനിതൊക്കെ നിർത്തി. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണം എന്നായിരുന്നു ആഗ്രഹം, സാൻസ പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സാൻസ ചോദിച്ചു. എനിക്കെന്തു വേണമെന്ന് നിനക്കറിയാമല്ലോ, പെറ്റിർ പറഞ്ഞു. അവൻ തുടർന്നു. എന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിത്രമുണ്ട്. ഞാൻ അയറൺ ത്രോണിലിരിക്കുന്നു, നീ എന്റെ അരികിലും. പെറ്റിർ അവൾക്ക് നേരെ അടുത്ത് അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ കൈകൊണ്ട് അവനെ തടഞ്ഞു. അതൊരു മനോഹരമായ ചിത്രമാണ്, സാൻസ പറഞ്ഞു. അവൾ അവനെ അവിടെ തനിച്ചാക്കി അവിടുന്ന് നടന്നുപോയി. ഏറെ ദൂരെ വടക്ക് തണുത്തുറഞ്ഞ മഞ്ഞുമലകൾക്കിടയിലൂടെ ബെഞ്ചൻ ബ്രാനെയും മീരയെയും വലിയ വോളിനടുത്ത് എത്തിച്ചു. ഞാൻ ഇവിടെ വെച്ച് പിരിയുകയാണ്, ബെഞ്ചൻ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? മീര ചോദിച്ചു. എനിക്കതിന് കഴിയില്ല. ഈ വോൾ കേവലം ഐസും കല്ലും മാത്രമല്ല. ഇതിൽ പുരാതനമായ മന്ത്രങ്ങളുണ്ട്. മന്ത്രശക്തിയുള്ള മാന്ത്രികത കൊണ്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നു. ആ മതിൽ നിൽക്കുന്ന കാലത്തോളം മരിച്ചവർക്കിത് കടക്കാൻ കഴിയില്ല. എനിക്കും കഴിയില്ല, ബെഞ്ചൻ പറഞ്ഞു. അവൻ ബ്രാനെടുത്ത് മരത്തിന് താഴെ വെച്ചു. നിങ്ങൾ എവിടേക്ക് പോകും? മീര ചോദിച്ചു. ഞാൻ ജീവിച്ചിരിക്കുന്നവർക്കു വേണ്ടി പോരാടും, ബെഞ്ചൻ പറഞ്ഞു. അവൻ തന്റെ കുതിരപ്പുറത്ത് കയറി മഞ്ഞിലേക്ക് തിരികെ പോയി. ബ്രാൻ ആ മരത്തിൽ തൊടാൻ വേണ്ടി പതുക്കെ ഇഴഞ്ഞു നീങ്ങി. നിനക്കുറപ്പാണോ? മീര ചോദിച്ചു. ഞാനിപ്പോൾ 3-eyed റേവനാണ്. ഞാൻ തയ്യാറായേ മതിയാകൂ, ബ്രാൻ പറഞ്ഞു. അവൻ തന്റെ കൈകൾ നീട്ടി ആ മരത്തിൽ തൊട്ടു. പെട്ടെന്ന് അവൻ ഭൂതകാലത്തിലേക്ക് പോയി. ടവർ ഓഫ് ജോയുടെ താഴെയായിരുന്നു അവൻ. യുവത്വമുള്ള നെഡ് ഒരു സ്ത്രീയുടെ അലർച്ച കേട്ട് പടികളിലൂടെ വേഗത്തിൽ മുകളിലേക്ക് ഓടി. അവൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ മുറി മുഴുവൻ രക്തത്തിന്റെ ഗന്ധമായിരുന്നു. നെഡ്, ല്യാന്ന ചോദിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വിതുമ്പിക്കൊണ്ടോടി. ഇത് നീ തന്നെയാണോ? ല്യാന്ന ചോദിച്ചു. അതെ, ഞാനിവിടെയുണ്ട്, നെഡ് പറഞ്ഞു. അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല, ല്യാന്ന പറഞ്ഞു. നീ മരിക്കില്ല, നെഡ് പറഞ്ഞു. അവൻ ഭയത്തോടെ ദാസിയോട് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഇല്ല, വെള്ളം വേണ്ട, ഞാൻ പറയുന്നത് കേൾക്കൂ, നെഡ്, ല്യാന്ന പറഞ്ഞു. അവൾ അവന്റെ ചെവിയിൽ സ്വകാര്യമായി മന്ത്രിച്ചു. റോബർട്ട് ഇതറിഞ്ഞാൽ അവനെ കൊല്ലും. നീ അവനെ സംരക്ഷിക്കണം. എനിക്ക് വാക്ക് തരൂ, നെഡ്, ല്യാന്ന പറഞ്ഞു. ആ ദാസി ഒരു ചെറിയ കുഞ്ഞിനെ നെഡിന്റെ കൈകളിൽ കൊടുത്തു. എനിക്ക് വാക്ക് തരൂ, നെഡ്, ല്യാന്ന പറഞ്ഞു. ആ കുഞ്ഞ് കണ്ണു തുറന്നു നോക്കി. ഒരു സാമ്രാജ്യത്തിന്റെ മുഴുവൻ തലവരെയും മാറ്റിയെഴുതാൻ പിറന്നവൻ, ഇരുമ്പു സിംഹാസനത്തിന്റെ യഥാർത്ഥ അവകാശി.
വർഷങ്ങളോളം ലോകത്തിന്റെ കണ്ണിൽ നിന്നും അവനെ മറച്ചുപിടിക്കാൻ സ്വന്തം സഹോദരിയുടെ രക്തത്തെ ഒരു അവിഹിത സന്തതിയായി നെഡ് സ്റ്റാർക്കിന് അവതരിപ്പിക്കേണ്ടി വന്നു. അപമാനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങി അവൻ വളർന്നു, ആർക്കും വേണ്ടാത്തവനായി. എങ്കിലും അവന്റെ സിരകളിൽ ഒഴുകിയിരുന്നത് രാജാക്കന്മാരുടെ ചോരയായിരുന്നു, തീയുടെയും മഞ്ഞിന്റെയും യഥാർത്ഥ അവകാശം. വിന്റർഫെല്ലിന്റെ വലിയ ഭക്ഷണശാലയിൽ പ്രഭുക്കന്മാർ എല്ലാവരും ഒത്തുകൂടി വാഗ്വാദം നടത്തുകയായിരുന്നു. യുദ്ധം കഴിഞ്ഞു, നമ്മൾ ഇനി വീട്ടിലേക്ക് മടങ്ങണം, ഒരു പ്രഭു പറഞ്ഞു. ജോൺ സ്നോ എഴുന്നേറ്റ് നിന്നു. യുദ്ധം കഴിഞ്ഞിട്ടില്ല, യഥാർത്ഥ ശത്രു വരാനിരിക്കുന്നതേയുള്ളൂ, ജോൺ സ്നോ പറഞ്ഞു. അപ്പോൾ ചെറിയ പെൺകുട്ടിയായ ലിയാന്ന മോർമണ്ട് ഗാംഭീര്യത്തോടെ എഴുന്നേറ്റ് നിന്നു. ലോർഡ് മാൻഡർലി, നിങ്ങളുടെ മകൻ മരിച്ചപ്പോൾ നിങ്ങൾ സഹായത്തിന് വന്നില്ല. ലോർഡ് ഗ്ലവർ, നിങ്ങളും വന്നില്ല. പക്ഷേ ഹൗസ് മോർമണ്ട് എല്ലാം ഓർക്കുന്നു. വടക്കിന്റെ രാജാവ് സ്റ്റാർക്ക് മാത്രമാണ്. നെഡ് സ്റ്റാർക്കിന്റെ ചോരയാണ് അവനിലോടുന്നത്. അവനാണ് എന്റെ രാജാവ്, ലിയാന്ന മോർമണ്ട് പറഞ്ഞു. ഇതുകേട്ട് പ്രഭുക്കന്മാർക്ക് നാണക്കേട് തോന്നി. ലോർഡ് മാൻഡർലി എഴുന്നേറ്റു. ജോൺ സ്നോ ആണ് വൈറ്റ് വുൾഫ്, വടക്കിന്റെ രാജാവ്, മാൻഡർലി പറഞ്ഞു. അയാൾ മുട്ടുകുത്തി വാളൂരി നിലത്തുവെച്ചു. ലോർഡ് ഗ്ലവർ എഴുന്നേറ്റു. ഞാൻ ചെയ്ത തെറ്റ് സമ്മതിക്കുന്നു. ഹൗസ് ഗ്ലവർ എപ്പോഴും ഹൗസ് സ്റ്റാർക്കിനൊപ്പം നിൽക്കും. അവനാണ് വടക്കിന്റെ രാജാവ്, ഗ്ലവർ പറഞ്ഞു. എല്ലാവരും തങ്ങളുടെ വാളുകൾ ഉയർത്തി ആർത്തുവിളിച്ചു, കിങ് ഇൻ ദ നോർത്ത്, അവർ ഒന്നടങ്കം പറഞ്ഞു. കിങ്സ് ലാൻഡിംഗിൽ ജൈമെ കുതിരപ്പുറത്തെത്തിയപ്പോൾ നഗരം മുഴുവൻ നിശബ്ദമായിരുന്നു. ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബൈലോർ കത്തിനശിച്ചതിന്റെ വലിയ പുകച്ചുരുളുകൾ ആകാശത്തേക്കുയരുന്നത് കണ്ട് അവൻ ഭയത്തോടെ വേഗത്തിലുള്ളിലേക്ക് ഓടി. അവിടെ ത്രോൺ റൂമിൽ വലിയൊരു ചടങ്ങ് നടക്കുകയായിരുന്നു. കറുത്ത നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് സെർസി നിന്നു. ചുറ്റും കാവൽക്കാരുണ്ടായിരുന്നു. കൈബൺ അവളുടെ തലയിൽ കിരീടം അണിയിച്ചു. സെർസി ഓഫ് ഹൗസ് ലാനിസ്റ്ററിനെ ഞാൻ 7 കിങ്ഡംസിന്റെ രാജ്ഞിയായി പ്രഖ്യാപിക്കുന്നു, കൈബൺ പറഞ്ഞു. അവൾ പതുക്കെ നടന്നുപോയി ആ വലിയ അയറൺ ത്രോണിൽ ഇരുന്നു. ജൈമെ അവിടേക്ക് വന്നു. അവൻ അവളെയെ നോക്കി. അവളുടെ കണ്ണുകളിൽ വിജയത്തിന്റെ ലഹരി മാത്രമായിരുന്നു. അവൾ നീണാൾ വാഴട്ടെ, കൈബൺ പറഞ്ഞു. അവൾ നീണാൾ വാഴട്ടെ, എല്ലാവരും പറഞ്ഞു. അതേസമയം പ്രക്ഷുബ്ധമായ സമ്മർസിയിൽ ആയിരക്കണക്കിന് വലിയ കപ്പലുകൾ വരിവരിയായി വെസ്റ്റ്രോസ് ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. ഓരോ കപ്പലിലും കറുത്ത പായകൾ കാറ്റിൽ പാറിപ്പറന്നു. തിയോണും യാരായും തങ്ങളുടെ കപ്പലിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. ദൂരെ മറ്റ് കപ്പലുകളിൽ ഗ്രേവ് വർമും ധീരരായ ദോദ്രാക്കി പോരാളികളുമുണ്ടായിരുന്നു. ആകാശമുട്ടെ ഉയർന്നു പറക്കുന്ന ഡ്രോഗണും വിസീരിയനും റേഗലും തങ്ങളുടെ വലിയ ചിറകുകൾ വീശി ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ ഗർജിച്ചു. ഇത്രയും കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ അവൾ തന്റെ സ്വപ്നഭൂമിയിലേക്ക് കടക്കുകയാണ്. സമുദ്രത്തിന്റെ ഇരമ്പലിനും ഡ്രാഗണുകളുടെ ശബ്ദത്തിനുമിടയിൽ പുതിയൊരു യുദ്ധത്തിനായുള്ള തയ്യാറെടുപ്പുകളോടെ അവർ മുന്നോട്ട് കുതിച്ചു. കഥാഗതികൾ ഇനി അതിസങ്കീർണവും കൂടുതൽ സംഘർഷഭരിതവുമായി മാറുകയാണ്. ഇരുമ്പ് സിംഹാസനത്തിനായുള്ള പോരാട്ടത്തിന്റെ വലിയൊരു കളമൊരുങ്ങിക്കഴിഞ്ഞു. ഒരു വശത്ത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുത്ത് വടക്കിന്റെ രാജാവായി ജോൺ സ്നോയും സ്റ്റാർക്ക് കുടുംബവും വിന്റർഫെല്ലിൽ വീണ്ടും അധികാരമുറപ്പിച്ചു. മറുവശത്ത് തന്നെ ദ്രോഹിച്ചവരെ മുഴുവൻ പച്ചത്തീയിൽ ചാമ്പലാക്കി യാതൊരു എതിരാളികളുമില്ലാതെ സെർസി ലാനിസ്റ്റർ കിങ്സ് ലാൻഡിംഗിൽ കിരീടം ചൂടിയിരിക്കുന്നു. എന്നാൽ ഇവർക്കെല്ലാം വലിയൊരു കൊടുങ്കാറ്റായി മഹാസമുദ്രം കടന്ന് ഡ്രാഗണുകളുടെയും കൂറ്റൻ സൈന്യത്തിന്റെയും അകമ്പടിയോടെ ഡെനറീസ് ടാർഗേരിയൻ വെസ്റ്ററോസിലേക്ക് കുതിക്കുകയാണ്. ആരാണിനി വെസ്റ്ററോസ് ഭരിക്കുക? പോരാട്ടങ്ങൾ ഇനി മനുഷ്യർ തമ്മിൽ മാത്രമായിരിക്കില്ല. ജീവന്റെ തുടിപ്പുകളെല്ലാം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് വടക്കുനിന്നും ആ മഹാമാരി വരുന്നുണ്ട്. നൈറ്റ് കിങ്ങും അവന്റെ മരിച്ചവരുടെ സൈന്യവും. ഇനി വരാനിരിക്കുന്നത് അതിജീവനത്തിന്റെ കൊടിയ യുദ്ധങ്ങളാണ്.
തീയും ചോരയും ഉറഞ്ഞുകൂടുന്ന ആ അന്തിമ പോരാട്ടങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.